ക്ലാസ് 3 ഫാമിലി. അപ്പോൾ അതേ നമ്മുടെ ക്രിസ്മസ് എക്സാം 2025 എൻ്റെ മക്കൾ എല്ലാവരും EVS അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യമാണ്, മണ്ണ് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? അപ്പോൾ എന്തൊക്കെ പ്രയോജനങ്ങൾ എഴുതാൻ പറ്റും? ഫോർ അഗ്രികൾച്ചർ, ഫാമിങ്ങിന് ഉപയോഗിക്കാം. ഫോർ കൺസ്ട്രക്ഷൻ, ഫോർ മേക്കിംഗ് പോട്ട്, ഫോർ ബിൽഡ് ഹോം, വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മണ്ണിൽ വായു ഉണ്ടെന്ന് തെളിയിക്കുന്ന പ്രവർത്തനം ഏതാണ്? അതായത് മണ്ണിൽ എയർ ഉണ്ട്, സോയിൽ എയറിന്റെ പ്രസൻസ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന എക്സ്പെരിമെന്റ് ഏതാ മാർക്ക് ചെയ്യേണ്ടത്? ഉണങ്ങിയ മൺകട്ട വെള്ളത്തിലേക്ക് ഇടുന്നു. അപ്പോൾ ഉണങ്ങിയ മൺകട്ട വെള്ളത്തിലിടുന്ന സമയത്ത് അതിൽ കുറേ കുമിളകൾ ഉണ്ടാവും അല്ലേ, കുറേ ബബിൾസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ കുമിളകൾ അല്ലെങ്കിൽ ബബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നമ്മുടെ എയർ ആണ്, മണ്ണിലുള്ള വായു ആണ്. അപ്പോൾ ഏതാണ് മക്കൾ മാർക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ മണ്ണിൽ ജീവിക്കുന്ന ജീവികളുടെ ശരിയായ കൂട്ടം ഏതാണ്? സോയിൽ ക്രീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്യേണ്ടത്. മണ്ണിര, കുഴിയാന, ചിതൽ. ബാക്കി വരുന്ന ചിത്രശലഭം എന്ന് പറയുന്നത് മണ്ണിലുള്ളതല്ല. ഇതിലും ചിത്രശലഭം ഉണ്ട്. കുരുവി മണ്ണിലാണോ ഉള്ളത്? അല്ല. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യണം? ഓപ്ഷൻ എ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്തത് പ്രവർത്തനം 1B. ഒന്ന് എയോ അല്ലെങ്കിൽ 1Bയോ ഏതെങ്കിലും ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. ചിത്രം നിരീക്ഷിച്ച് കലക്കവെള്ളം തെളിഞ്ഞ വെള്ളമാക്കുന്ന പ്രക്രിയ ഉപയോഗിച്ച് സാമഗ്രികൾ എഴുതി ചേർക്കുക. അതായത് നമ്മുടെ ഡേർട്ടി വാട്ടറിനെ, ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടറിനെ പ്യുവർ വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മുടെ മഡി വാട്ടറിനെ ചരലിലൂടെ കടത്തിവിടുന്നു, ഗ്രേവൽസിലൂടെ കടത്തിവിടുന്നു. അതിനുശേഷം സാൻഡ് എടുക്കുന്നു, പിന്നെ ചാർക്കോൾ എടുക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? പ്യുവർ ആയിട്ടുള്ള വെള്ളം കിട്ടുന്നു. ഓക്കെ, പ്യുവർ വാട്ടർ കിട്ടുന്നു. അപ്പോൾ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ചരൽ, സാൻഡ്, അതുപോലെ തന്നെ ചാർക്കോളാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്കൊരു ഫോട്ടോ തന്നിട്ടുണ്ട്. ഒരു കുട്ടി പൈപ്പ് ഇങ്ങനെ തുറന്നെടുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ വാട്ടർ കൂടുതലായിട്ട് നഷ്ടമാകുന്ന കണ്ടീഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷന് കാരണമായിട്ടുള്ളത് എന്തൊക്കെ എഴുതാം? ത്രോയിങ് വേസ്റ്റ് ഇൻ ടു ദ വാട്ടർ ബോഡി അല്ലെ, മാലിന്യ വസ്തുക്കൾ നമ്മുടെ ജലസ്രോതസ്സുകളിലോട്ട് നിക്ഷേപിക്കുന്നു. ടാങ്ക് ഓവർഫ്ലോയിങ്, അതായത് നമ്മുടെ ടാങ്ക് എല്ലാം നിറഞ്ഞൊഴുകുന്നതെല്ലാം ഈ പറയുന്ന കൂടുതലായിട്ട് വെള്ളം നാശമാകുന്നതിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ്, ജലം കൊണ്ടുള്ള ഉപയോഗവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായത് കണ്ടെത്തി ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ജലം കൊണ്ടുള്ള ഉപയോഗം? ജലം കൊണ്ടുള്ള ഉപയോഗവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായത് ഏതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കാം, കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, കുളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ശ്വസിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഏതാ മാർക്ക് ചെയ്യേണ്ടത്? ശ്വസിക്കാനാണ്. ആവാസത്തിന്, നമുക്ക് താമസിക്കാനും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? വാട്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതാ മാർക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ സി. ഇനി മാലിന്യം ഇല്ലാതാക്കാം. സ്കൂൾ പരിസരത്തെ ശുചിത്വം പരിശോധിക്കുന്നതിനായി ജെനിയും കൂട്ടുകാരും വിവിധ ഇടങ്ങൾ സന്ദർശിച്ച് തയ്യാറാക്കിയ കണ്ടെത്തലുകളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. ഓരോ ഇടത്തെ സംബന്ധിച്ചും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതുക. നിങ്ങളുടെ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നോക്കിക്കേ, സ്കൂൾ പാചകപ്പുരയുടെ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായി കാണുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ വെള്ളം വേണമെങ്കിൽ നമുക്ക് കൃഷിക്കോ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പൂന്തോട്ടോ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അവിടെ പച്ചക്കറി കൃഷി ചെയ്യാൻ ഉപയോഗിക്കുക. യൂസ് ദിസ് ഫോർ സ്കൂൾ ഫാമിംഗ്. ഓക്കെ, ഇനി 3B ക്ലാസ്സിൽ ചാർട്ടുകളും പഠനോപകരണങ്ങളും പൊടി പിടിച്ചതല്ല, എന്നാൽ മാലിന്യങ്ങൾ ക്ലാസ് മുറിയിൽ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് എന്താ മാർക്ക് ചെയ്യേണ്ടത്? നമുക്കറിയാം മാലിന്യം അവിടെ ഇവിടെയും വലിച്ചെറിയുമ്പോൾ ക്ലാസ്സിൽ എന്ത് വേണം? വേസ്റ്റ് ബിൻ വേണം അല്ലേ. അപ്പോൾ വേസ്റ്റ് ബിന്നിൽ ഇടുക, യൂസ് വേസ്റ്റ് ബിൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിവിധ മാലിന്യങ്ങളെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റുകൾ ഏത് നിറത്തിലാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ലൈവിൽ പഠിച്ചതാണ് അല്ലേ. മഞ്ഞ കളർ ബക്കറ്റ് ഉണ്ട്, പച്ച കളർ ബക്കറ്റ് ഉണ്ട്, ആൻഡ് ഓൾസോ റെഡ് കളർ ആയിട്ടുള്ള ബക്കറ്റ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് എവിടേക്കാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. സോ പഴം, പച്ചക്കറി, മത്സ്യമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അത് പച്ച നിറമാണ്. അത് നമുക്കറിയാം അതേതാണ്? ഓർഗാനിക്കിൽ വരുന്ന ആൾക്കാരാണ് അല്ലെ, ജൈവ മാലിന്യമാണ്. ഇനി പ്ലാസ്റ്റിക്, കുപ്പി, ചെരുപ്പൊക്കെ ആണെങ്കിലോ അത് മഞ്ഞ നിറമാണ്, ഇനോർഗാനിക്കിൽ വരുന്ന ആൾക്കാരാണ്. ഇനി ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ബൾബൊക്കെ ആണെങ്കിൽ അത് ചുവപ്പ് നിറമാണ്, ഹസാർഡസ് വേസ്റ്റ് ആണ്.
ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് വേസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. ഇനി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്ന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്തി എഴുതുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്രകൃതിക്ക് ദോഷകരമല്ല എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ദോഷകരമാണല്ലോ, അപ്പോൾ ഇത് എഴുതരുത്. ഇനി അടുത്ത് നോക്കാം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ അലിഞ്ഞു ചേരുന്നില്ല. നമുക്കറിയാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇനോർഗാനിക് വേസ്റ്റ് ആണ്, അജൈവ മാലിന്യമാണ്. അത് മണ്ണിൽ അലിഞ്ഞു ചേരുമോ? ഇല്ല. അപ്പോൾ അതെന്താണ്? കറക്റ്റ് ആണ് അല്ലേ. ഇനി മണ്ണിനെ വളക്കൂറുള്ളതാക്കാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സഹായിക്കുന്നു. ഇത് പൊട്ടത്തെറ്റാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വെള്ളത്തിൽ അലിയുന്നു. ഇതും അലിയുന്നില്ല. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി ആണ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആഹാരവും ആരോഗ്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? പച്ചക്കറിയിൽ നമ്മുടെ കോവയ്ക്ക, അതുപോലെ തന്നെ വെണ്ട എഴുതാം. പഴങ്ങളിലാണെങ്കിൽ ആപ്പിൾ, മുന്തിരി. ഇവിടെ തന്നിട്ടുള്ളതിൽ എവിടെ മുന്തിരി ഉണ്ട്, അതുപോലെ ആപ്പിൾ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ഇലക്കറിയിൽ മുരിങ്ങയില, പിന്നെ എന്തെഴുതണം? ചീര എന്ന് എഴുതണം. ധാന്യങ്ങളിൽ നമ്മുടെ ഗോതമ്പ് എഴുതണം, അതുപോലെ തന്നെ അരി എഴുതണം. ഇനി ട്യൂബേഴ്സ്, കിഴങ്ങിൽ എഴുതേണ്ടതാണ് നമ്മുടെ ചേന, മരച്ചീനി ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നവയെ കറക്റ്റായിട്ട് ടേബിൾ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ടേബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ആണ് ജന്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? പാല് കിട്ടുന്നുണ്ട്, മുട്ട കിട്ടുന്നുണ്ട്, മീറ്റ് അല്ലെ മാംസം, ഇറച്ചി കിട്ടുന്നുണ്ട്. അപ്പോൾ മുട്ട, മിൽക്ക് എന്ന് എഴുതിയ മാർക്ക് കിട്ടും. വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രയോജന? ഹെൽപ്പ് പ്രോപ്പർ ഗ്രോത്ത്, നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഹെൽപ്പ് ടു ഡു വർക്ക്, അല്ലെ നമുക്ക് ഓരോ വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രിവെന്റ് ഡിസീസസ്, രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോഷക ഘടകങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇനി ശുചിത്വം പാലിക്കുന്നത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പേഴ്സണൽ ഹൈജീനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. പിന്നെ എന്തെഴുതാം? ട്രിം യുവർ നെയിൽസ്, അല്ലെ നഖം വെട്ടി വൃത്തിയാക്കണം. ബ്രഷ് യുവർ ടീത്ത്, പല്ല് തേക്കണം. ബാത്ത് ഡെയിലി, ദിവസവും കുളിക്കണം. അങ്ങനെയുള്ള നമ്മുടെ പേഴ്സണൽ ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 3 ടേബിളിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്തതാണ് മാലിന്യങ്ങളെ ഉചിതമായി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് പട്ടികപ്പെടുത്താൻ വേണ്ടി പറ്റും? അജൈവ മാലിന്യത്തിൽ വരുന്നതാണ് നമ്മുടെ കുപ്പി, അതുപോലെ തന്നെ മിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ പാൽ പാക്കറ്റ് ആണ്. അതെന്തായിരിക്കും? പ്ലാസ്റ്റിക് ആണ്, അതും അജൈവമാണ്. പിന്നെ മുട്ടത്തോട് ജൈവമാണ്, ഇല ജൈവമാണ്. ദെൻ നമ്മുടെ പെന്ന് വെച്ചിട്ടുണ്ട്, പെന്നിൻ്റെ കൂടെ എന്തായിരിക്കും? അത് പെന്നിൻ്റെ കൂട് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അത് എന്തിൽ മാർക്ക് ചെയ്യണം? അജൈവ മാലിന്യം, ഇനോർഗാനിക്കിൽ മാർക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പർ, അത് ഏതിൽ വരും? ജൈവ മാലിന്യത്തിൽ വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. പിന്നെ സ്കൂൾ സ്ഥാപിക്കാനായി ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കുക. എന്ത് ശുചിത്വ ബോർഡ് എഴുതാം? വാഷ് യുവർ ഹാൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽ. ബിഫോർ ഈ ഉണ്ട് കേട്ടോ. ഇവിടെ ബിഫോർ എന്ന് എഴുതുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഈ ഉണ്ട്. ഓക്കെ, ഈ എഴുതണേ. അപ്പോൾ വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൈ വൃത്തിയായി കഴുകണം എന്നുള്ള ബോർഡ് നമുക്ക് എഴുതാം. ഇനി നിങ്ങൾ ഹൈജീനിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് എഴുതി കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ശുചിത്വമില്ലായ്മ കൊണ്ട് നമുക്കുണ്ടാകാനുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ഡിസെൻട്രി, ജോണ്ടിസ്, ടൈഫോയിഡ്. ഇതെല്ലാം വൃത്തിയില്ലാത്ത ഫുഡിലൂടെയും വാട്ടറിലൂടെയും ഒക്കെ വരുന്ന രോഗങ്ങളാണ്. ഇനി നമ്മുടെ കൈ കഴുകണതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് തന്നിട്ടുണ്ട് അല്ലേ. ഹാൻഡ് വാഷിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ മൂന്നാമത്തെ ആയിട്ട് മാച്ച് ചെയ്യണം. രണ്ടാമത് നോക്കിയിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകുന്നു. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യണം. ഇനി അടുത്തത് കൈകൾ നനച്ച് സോപ്പ് ഇടുന്നു. കയ്യിൽ കണ്ട സോപ്പ്, അപ്പോൾ സോപ്പ് ഇടുന്നത് നാലാമത്തതായിട്ട് മാച്ച് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? കൈകളുടെ പിറകുവശവും വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. അപ്പോൾ അതേതായിരിക്കും? നാലാമത്തത് രണ്ടാമത്തേലോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഇനി ജലദോഷവും തുമ്മലും ഉള്ളതിനാൽ മാസ്ക് നമ്മളോട് ധരിക്കാൻ പറയാറുണ്ട് അല്ലേ. അപ്പോൾ മാസ്കിൻ്റെ പ്രയോജനം എന്തൊക്കെയാണ്? മാസ്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ടു പ്രിവെൻറ്റ് ഡിസീസസ്, മെയിനായിട്ട് എയർ ബോൺ ഡിസീസസ് അല്ലേ. വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി മാസ്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൊതുക് പരത്തുന്ന രോഗം ഏതായിരിക്കും? കൊതുക് പരത്തുന്നതാണ് ഡെങ്കിപ്പനി, മന്താണ് വരുന്നത്. എലിഫന്റിയാസിസും വരുന്നുണ്ട്, ഡെങ്കി ഫീവറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്യുക. ഇനി ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം, ഇതിൽ ശരി ഏത് തെറ്റേത്? ആവശ്യത്തിന് ഉറങ്ങണം, അത് കറക്റ്റാണ്. ധാരാളം ഭക്ഷണം കഴിക്കണം, അത് തെറ്റാണ്. ധാരാളം ഒന്നും കഴിക്കേണ്ട, ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ മതി. ശുചിത്വ ശീലങ്ങൾ പാലിക്കണം, അത് കറക്റ്റാണ്.
ഓൺലൈൻ ഗെയിമുകൾ കളിക്കണം, അത് തെറ്റാണ്. കായിക ശേഷി ആവശ്യമുള്ള കളികൾ ഏർപ്പെടണം, അതെന്തായിരിക്കും? ശരിയാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും ഫിസിക്കലി ആക്റ്റീവായിട്ട് നിൽക്കണം. ഇനി കുട്ടികളും ആരോഗ്യവും എന്ന വിഷയത്തെ ബോധവൽക്കരണം നടത്തുന്നതിനായി ആരോഗ്യ വിദഗ്ധനുമായി അഭിമുഖം ചെയ്യുന്നതിന് ആവശ്യമായ 3 ചോദ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോദ്യാവലിയാണ്, അപ്പോൾ ചോദ്യം മാത്രം എഴുതിയാൽ മതി, നിങ്ങൾ അവിടെ ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തൊക്കെ എഴുതാം? വാട്ട് ആർ ദ ബെസ്റ്റ് ഹെൽത്തി ഫുഡ്സ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ഈറ്റ് എവറി ഡേ? ദിവസവും കഴിക്കേണ്ട പോഷക ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം. വൈ പ്ലേയിങ് ഔട്ട്സൈഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്ത്? പുറത്ത് പോയി കളിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണ്? ദെൻ സിമ്പിൾ തിങ് ക്യാൻ വി ഡു ടു സ്റ്റേ ക്ലീൻ ആൻഡ് നോട്ട് ഫോൾ സിക്ക്? പെട്ടെന്ന് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റും? ആരോഗ്യ വിദഗ്ധനോട് ചോദിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ EVS എക്സാം സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഇനി അറിയാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എക്സാം അടിപൊളിയായിട്ട് എഴുതുക. എൻ്റെ എല്ലാ മക്കൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.